യെസ്, ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് ശേഷം എത്തുന്ന കുഞ്ചാക്കോബിന്റെ ഒരു കോമഡി ത്രില്ലർ മൂവി ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഡയറക്ടർ ബൈ രതീഷ് ബാലകൃഷ്ണൻ. അപ്പോൾ കട്ടറിംഗ് യൂണിവേഴ്സിറ്റിയോട് എങ്ങനെയുണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചു നോക്കാം. നേരെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ റിവ്യൂല്. കുഞ്ചാക്കോ നല്ല അഭിനയമായിരുന്നു. അത് മാത്രമല്ല കോമഡി ഉണ്ടായിരുന്നു. കോമഡി എന്ന് പറഞ്ഞാൽ മറ്റേ ഇടുക്കി ജാഫർ ഇടുക്കി നല്ലൊരു കഥാപാത്രം, വെറൈറ്റി ആയ ഒരു പ്രത്യേക കഥാപാത്രം. അതുപോലെ മറ്റേ ഗണപതിയുടെ ചിദംബരം ഒരു പോലീസുകാരനായിട്ട് നല്ല എന്താ ഒരു പൊളിറ്റിക്കൽ ആണോ അതോ പൊളിറ്റിക്കൽ അല്ല, കോമഡി പടം? കോമഡി അല്ല, ചെറിയൊരു ത്രില്ലർ പോലെ തന്നെ. എന്താണ് സിനിമ കൂടെ ലാഗ് ഉണ്ടോ സിനിമയ്ക്ക്? ലാഗൊന്നും തോന്നിക്കത്തില്ല. ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ എന്താണ് ക്ലൈമാക്സ് ഇത്രയും വേണ്ടിയിരുന്നു നമുക്കൊരു തോന്നൽ വരുന്ന രീതിയിലുള്ള ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണോ? അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ, ഒരു ജോളി ടൈപ്പുള്ള സിനിമ. ഇപ്പം വാഴ അതുപോലുള്ള സിനിമകളൊന്നും അല്ല, എന്നാ കോമഡി അല്ല, എന്നാൽ കോമഡി ഉണ്ട്, ത്രില്ലറായിട്ടുള്ള സിനിമയാണ്. സിനിമ വലിയ കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഭയങ്കര ഇതാണെന്ന് ചോദിച്ചാൽ അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പടം. പക്ഷേ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ എല്ലാവരും ആക്ടിങ് ഒരു രക്ഷയില്ല, നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറായിട്ട് എല്ലാവരും, ഇപ്പം ചാക്കോച്ചനായാലും ദിലീഷ് പോത്തനായാലും ചിദംബരം ആയാലും എല്ലാവരും നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ജാഫർ ഇടുക്കി. അപ്പോൾ എല്ലാവരും ആക്ടിങ് അടിപൊളിയാണ്. പക്ഷേ പടം ഓക്കെയാണ്. പടം എന്താണ്, ഒരു ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ബാക്കിയുള്ള പടങ്ങൾ ഈ വാഴയും ബാക്കിയൊക്കെ ഓടുന്നത് കൊണ്ട് പടം ചിലപ്പോൾ സൈഡായി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു വൺ ടൈം വാച്ചബിളാണ്, നമുക്ക് വന്ന് തിയേറ്ററിൽ കണ്ടു പോകാനും കുഴപ്പമൊന്നുമില്ല. ലാഗ് ഒരു ഫസ്റ്റ് ഹാഫിൽ ഇടയ്ക്ക് നമുക്ക് ലാഗ് തോന്നി, സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ പടം പെട്ടെന്ന് ഓടി അങ്ങ് പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. സിനിമയുടെ തീമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തീമാണോ? സിനിമയുടെ തീം എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഒരു ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിയേറ്ററിൽ ഓടണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും വലിയൊരു സ്റ്റഫ് വേണം. അത് ഏത് എൻ്റർടൈൻമെൻറ്റ് പാർട്ടായാലും എല്ലാം നോക്കുമ്പം അങ്ങനെയാണല്ലോ ആൾക്കാർ ഇപ്പോൾ വിലയിരുത്തുന്നത്. അതനുസരിച്ച് നോക്കുമ്പോൾ പടം തിയേറ്ററിക്കലി ചിലപ്പം ഇച്ചിരി ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. എന്നാലും പടം മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലൊരു പടം, നല്ലൊരു എന്താ പറയുക, നല്ലൊരു അറ്റംപ്റ്റാണ് അവർ ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ ആക്ടിംഗ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ല രീതിയിൽ ഓക്കെ വൺ ടൈം വാച്ചബിളാണ്, നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നുന്നില്ല. ദുരൂഹ സാഹചര്യം ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എൻ്റെ തീമിൽ മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ ഈ നോർമൽ ആൾക്കാർ അടിച്ചമർത്തപ്പെടുന്ന ആൾക്കാർ അതിനനുസരിച്ച് പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണ ശേഷി എത്രത്തോളം ആയിരിക്കുമെന്നൊക്കെയാണ് ഇതിൻ്റെ തീം കോറായിട്ട് ഇവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവത്തിലൂടെ അല്ല പോകും. തുടക്കം കുറച്ച് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കുമെങ്കിലും പോക വഴിക്ക് ഒരു ആവറേജ് ഫീലാണുള്ളത്. പിന്നെ ഇതിൽ ആക്ടിങ്, പിന്നെ 4 പേരുള്ളതിലും പിന്നെ എക്സ്ട്രാ ജാഫർ ഇടുക്കിയുടെ ആക്ടിങ് ഒക്കെയാണ് സിനിമ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. അല്ലാതെ ഒരു വൗ ഫാക്ടർ ഉള്ളൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ക്ലൈമാക്സൊക്കെ ഒരു വയലൻസ് മോഡിലേക്ക് കൊണ്ട് നിർത്തി എങ്ങനെയൊക്കെയോ നിർത്തിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓവറോൾ ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് സിനിമയല്ല. ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, പക്ഷെ അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസും കുറവാണ്. ഓവറോൾ ഒരു ഗുഡ് വൺ, ആവറേജ്. എന്താ ജോണ്ടർ, ത്രില്ലറാണോ കോമഡിയാണോ? വെറുതെ കണ്ടു ലാഗുണ്ടോ? ക്ലൈമാക്സ് ഒക്കെ ഉണ്ടായിരുന്നു, ആ ഒരു ആക്ഷൻ വയലൻസ് ഒക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ പടം? പൊളിറ്റിക്കൽ സിനിമയാണോ? എല്ലാവർക്കും വിഷു വിറ്റടിക്കാൻ വളരെ കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം.